നമസ്കാരം. ഈ വീഡിയോ കാണാൻ എത്ര പേർക്ക് വ്ളോഗിങ് ഇഷ്ടമാണ്, വ്ളോഗ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, അല്ല നമുക്ക് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് നല്ലൊരു വ്ളോഗിങ് കിറ്റാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. അത് കൂടാതെ നമ്മളിപ്പോൾ വ്ളോഗിങ് മിക്ക പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണിലായിരിക്കും. അപ്പോൾ നമ്മൾ ഫോണിൽ തുടങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യണം, ഒരു ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു ക്യാമറ വേണം. അത് നമ്മുടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാമറ. നമ്മൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ക്യാമറ പൊക്കി പിടിച്ചായിരിക്കും നമ്മൾ വ്ളോഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ഉണ്ടാവരുത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വരുമ്പോൾ നല്ലൊരു വ്ളോഗിങ് കിറ്റാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ട വ്ളോഗിങ് കിറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ജസ്റ്റ് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കണ്ടു ഞാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു മൈക്ക്, ജസ്റ്റ് ഒരു ക്യാമറ, പിന്നെ നമ്മുടെ ഒരു ട്രൈപോഡ്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ വാല്യൂ ഫോർ മണി ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മൈക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയയുടെ MM1 എന്ന് പറഞ്ഞൊരു മൈക്കാണ്. ഇത് ഏകദേശം 3000 റേറ്റിലാണ് നമുക്ക് ഓൺലൈനായിട്ടും എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു മൈക്ക്. അത് കൂടാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണെന്ന് വെച്ചാൽ Fujifilmൻ്റെ A7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റൊട്ടേറ്റിംഗ് ആണ്. നമുക്ക് വ്ളോഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് വ്ളോഗ് ചെയ്യാനായാലും അല്ലാണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാനായാലും നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞൊരു നല്ലൊരു ക്യാമറ. ഈ ക്യാമറ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് വളരെ യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സേ ഇതിൻ്റെ അകത്തുള്ളൂ. മിനിമം സ്വിച്ചസേ കാണത്തുള്ളൂ. മിനിമം സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ക്യാമറയിൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, വളരെ നോർമലായിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ അതേ സംഭവം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഒരു DSLR യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കരമായ സെറ്റിങ്സ് എല്ലാം മാനേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മൊബൈലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ സെറ്റിങ്സായിട്ട് മാച്ചായി പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ലൈറ്റിങ്ങിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ, ലോങ് എക്സ്പോഷർ അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കതെല്ലാം നഷ്ടമാകും. അപ്പോൾ ഈ ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെഷ്യൽ മോഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ എല്ലാ സെറ്റിങ്സും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ വ്ളോഗിങ് ആയാലും നമുക്ക് മിനിമം സ്വിച്ചസ് വെച്ച് നല്ല രീതിയിൽ തന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാമറയാണ് Fujifilmൻ്റെ x-A7. ഈ ക്യാമറ പ്രൈസ് വന്നിട്ട് വെറും 45,000 രൂപ സംതിങ് ആണ് വരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിത് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വ്ളോഗിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തവർക്കാണെങ്കിൽ ഇതിൻ്റെ അത്ര എമൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മൈക്കിൻ്റെയും ഇതെല്ലാം കൂടി കൂട്ടി ഒരു 50,000 രൂപ താഴെയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ ഒറ്റയടിക്ക് നമുക്കൊരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ബജാജിൻ്റെ കാർഡ് വെച്ചോ അങ്ങനെ ഏതെങ്കിലും EMI സ്കീം വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ സാധനം പർച്ചേസ് കഴിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈപോഡാണ്. മിനിമം ആയിട്ടൊരു ട്രൈപോഡ്. അത് ജസ്റ്റ് ഒരു മാർക്കറ്റിൽ 200 രൂപ റേറ്റ് വരുന്ന നല്ലൊരു ട്രൈപോഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാമറ പൊക്കി പിടിച്ച് വെയിറ്റ് ചെയ്താൽ നമ്മുടെ കൈക്ക് അധികം വെയിറ്റ് വരാത്തയും പെയിനൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നത്. പിന്നെ ഇതിൽ 2 മോഡായിട്ടാണ് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടൊരു സർഫസിൽ നോർമലായിട്ട് വയ്ക്കാൻ വേണ്ടി. പിന്നത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിലേക്ക് ജസ്റ്റ് കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്നിട്ട് ഈ ഒരു മോഡലിൽ നമുക്കിത് വളരെയധികമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് നോർമലായിട്ട് പൊക്കി പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ താഴെയായിട്ട് ജസ്റ്റ് റബ്ബറും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സർഫസിൽ വെച്ചാൽ തെന്നി പോകുന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക്, അതായത് മൊബൈലിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും ഈ ക്യാമറ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ കൂടുതൽ ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.